എന്തൊരു തീപ്പൊരി പ്രസംഗങ്ങളായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ. എതിരാളികളെ അക്ഷരാർത്ഥത്തിൽ നിലംപരിശാക്കി, പലരെ കാലെ വാരി നിലത്തിളക്കി എന്നൊക്കെ നാട്ടുഭാഷ പറയുന്ന പോലെയായിരുന്നു മോദി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പലയിടത്തും ആഞ്ഞടിച്ചത്. എലക്ഷൻ ക്യാമ്പയിൻ അക്ഷരാർത്ഥത്തിൽ തുടക്കം മുതൽ അവസാനം വരെ മോദിയുടെ കയ്യിലായിരുന്നു. ഇപ്പോൾ ദാ പ്രചാരണം തീരുന്നു. ഇന്ന് നാളെ കഴിഞ്ഞ് 1-ാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്, ലാസ്റ്റ് ഫേസ്. അതിന് തൊട്ട് മുമ്പും മോദിയാണ് വാർത്ത. മോദി ഇന്ന് തിരുവനന്തപുരത്തെത്തി, വൈകിട്ട് കന്യാകുമാരിയിൽ പോയി മൗനവ്രതത്തിൽ ധ്യാനത്തിലിരിക്കുകയാണ്. അപ്പം തുടക്കം മുതൽ ഉടനീളം മോദിയായിരുന്നു ഇതിൻ്റെ സെൻറ്റർ പോയിന്റ്. കെജ്രിവാൾ ഇടയ്ക്ക് വന്നിട്ട് ഒരു വിവാദം ഉണ്ടാക്കിയെങ്കിലും അതിൻ്റെയും ഫോക്കൽ പോയിന്റ് മോദിയായിരുന്നു. മോദി ഇല്ലാത്ത ഒരു നിമിഷവും തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനില്ലായിരുന്നു. പക്ഷേ പലരും പറഞ്ഞു മോദിയുടെ വാക്കുകൾക്ക് വല്ലാത്ത മൂർച്ച, ചിലരെയൊക്കെ അങ്ങ് നിലം പരിശാക്കുന്നു. എന്താണ്, മോദിയെ ആരെങ്കിലും പ്രകോപിപ്പിച്ചോ? മോദി ഡസൻ വിൽറ്റ് അണ്ടർ പ്രഷർ. ആരെങ്കിലും അങ്ങോട്ട് ആക്രമിച്ചു കഴിഞ്ഞാൽ കീഴ്പ്പെടുകയല്ല, ഒന്നുകൂടി ഡബിൾ എനർജി എടുത്തിട്ട് ബാലിയെ പോലെയാണ്. അതെ അതെ, എതിരിടാൻ വരുന്ന ആളുടെ പകുതി ശക്തി ഇങ്ങോട്ട് കിട്ടും, എന്നിട്ട് അങ്ങോട്ട് ആക്രമിക്കുകയാണ്. അപ്പോൾ മോദിക്ക് പല പ്രൊവോക്കേഷനും അതേപോലെ ഇറിറ്റേഷനൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം എല്ലാവരും അറ്റാക്ക് ചെയ്യുന്നത് മോദിനെയാണല്ലോ, എതിർ പാർട്ടിയിലുള്ളവർ. മാത്രമല്ല അവർ മോദിയോട് വിരോധമുള്ളവരെ സപ്പോർട്ട് ചെയ്ത് അവരെ സൂചിപ്പിച്ചാണ് ഓപ്പോസിഷൻ പാർട്ടീസ് എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ മോദിക്ക് ഏറ്റവും ഇറിറ്റേഷൻ ഉണ്ടാക്കിയ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രോസ് ബോർഡർ സപ്പോർട്ടാണ്, അതിർത്തിക്ക് പുറത്ത്. അതെ അതെ. അപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് ചിലരുടെ സപ്പോർട്ട്, പാകിസ്ഥാനിലൊരു മന്ത്രിയും മുൻ മന്ത്രിയും ഒക്കെ. അതെ അതെ അതെ. അപ്പോൾ ആ ഫവാദ് ചൗധരി എന്ന് പറയുന്ന ഒരു മുൻ മന്ത്രിയാണ്, പാകിസ്ഥാൻ്റെ മുൻ മന്ത്രി. അദ്ദേഹം ഇടയ്ക്ക് ഇങ്ങനെ സപ്പോർട്ട് പ്രഖ്യാപിക്കാൻ തുടങ്ങി. ആദ്യം സപ്പോർട്ട് പ്രഖ്യാപിച്ചത് കെജ്രിവാളിനാണ്. ഐ ഫുള്ളി സപ്പോർട്ട് കെജ്രിവാൾ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഈ സോഷ്യൽ മീഡിയയിലൊക്കെ എഴുതാൻ തുടങ്ങി. പിന്നെ അതിനുശേഷം രാഹുൽ ഗാന്ധിയുടെ വീഡിയോ കൊടുത്തിട്ട് അതിൻ്റെ അടിയിൽ രാഹുൽ ഓൺ ഫയർ എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അത് നമ്മുടെ ഇവിടെ കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ തന്നെ സ്വന്തം പ്രചരണത്തിന് വന്ന സമയമായിരുന്നു. അവിടെ പ്രചരണത്തിന് വന്നു കഴിഞ്ഞപ്പോൾ പ്രസംഗിച്ചിരുന്നു, BJPക്ക് എതിരെ പ്രസംഗിച്ചതാണ് ഈ ഫവാദ് ചൗധരി വയനാട് പ്രസംഗിച്ചതാണ്. അതിൻ്റെ പടം കൊടുത്തിട്ടാണ് അതിൻ്റെ അടിയിൽ രാഹുൽ ഓൺ ഫയർ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ മോദിയെ ഒന്നുകൂടി ഊർജ്ജം നൽകുന്ന സംഗതിയാണ്. അദ്ദേഹത്തിന് അത് ഒരിക്കലും ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. ദിസ് കൈൻഡ് ഓഫ് ഇറിറ്റേഷൻ ഒന്നുകൂടി ശക്തി പകരുകയാണ് അദ്ദേഹത്തിന് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്രോസ് ബോർഡർ സപ്പോർട്ടാണ് ഒരു പ്രശ്നം. കാരണം നമ്മുടെ തെരഞ്ഞെടുപ്പ് നമ്മുടെ സ്വന്തം കാര്യമാണ്. അത് വിദേശ രാജ്യങ്ങൾക്ക് ഒരു കാര്യമില്ല അതിനകത്ത്. ആവശ്യമില്ലാതെ അതിനകത്ത് ഇടപെടുകയും അവർക്ക് വേണ്ടപ്പെട്ട ഓമനയായ ചില ആളുകളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും രാജ്യസ്നേഹമുള്ള ഒരാൾക്ക് ദേഷ്യം വരും. അതെ. അപ്പോൾ ഈ മോഡി പറഞ്ഞത് അദ്ദേഹത്തിന് ഫവാദ് ചൗധരിക്ക് ഇങ്ങനെയൊക്കെ പറയാനുള്ള മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ ഇവർ വേണമെങ്കിൽ ആർട്ടിക്കിൾ 370 അത് വീണ്ടും പഴയ രീതിയിലേക്ക് ആക്കും. പിന്നെ ഒരു കാര്യം മുത്തലാഖ് എടുത്ത് കളഞ്ഞത് വീണ്ടും വേണമെങ്കിൽ കൊണ്ടുവരും. ഇങ്ങനെയൊക്കെ ചില സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് പാകിസ്ഥാനിൽ നിന്ന് ഇവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ സപ്പോർട്ട് ഹി കനോട്ട് ടോളറേറ്റ് അറ്റ് ഓൾ. ഒരു തരത്തിലും അദ്ദേഹം മോഡി സഹിക്കില്ല. പിന്നെ വേറെ അദ്ദേഹത്തിൻ്റെ ഒരു കംപ്ലയിൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പീപ്പിൾ ആർ ട്രൈങ് ടു മേക്ക് ദി ഹിന്ദു സിറ്റിസൺസ് അവരെ സെക്കൻഡ് ക്ലാസ് സിറ്റിസൺസായിട്ട് മാറ്റാനായിട്ട് ആണ് ശ്രമിക്കുന്നത് എന്നുള്ളതാണ് മോഡിയുടെ വേറൊരു ഫീലിംഗ്. അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന അതങ്ങനെയാണ്. അതായത് ഇപ്പോൾ ഈ കോൺഗ്രസ് ആയാലും അതേപോലെ യാദവ്മാർ ഒക്കെ ആയിക്കഴിഞ്ഞാലും അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ SC ST OBCയുടെ റിസർവേഷൻ എടുത്തിട്ട് അങ്ങോട്ട് കൈമാറാനാണ്, അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിന് കൊടുക്കാനാണ് ശ്രമിക്കുന്നത് എന്ന് മോഡി പറയുന്നു. അപ്പോൾ മോഡിയോട് ഇങ്ങോട്ട് പറയുന്നതിനനുസരിച്ച് അദ്ദേഹം ടിറ്റ് ഫോർ ടാറ്റ് എന്നുള്ള രീതിയിൽ അദ്ദേഹം അങ്ങനെ പറയുന്നുണ്ട്. ഇവർ ഹിന്ദുസിനെ സെക്കൻഡ് ക്ലാസ് സിറ്റിസൺസ് ആയിട്ട്. അല്ല, അതിന് ഉദാഹരണങ്ങളും ചൂണ്ടിക്കാണിക്കുന്നു. പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിലെ പ്രസംഗം, നമ്മുടെ റിസോർട്സിൻ്റെ ആദ്യ അവകാശികൾ മുസ്ലിങ്ങളായിരിക്കും എന്ന് പറഞ്ഞത്, കർണാടകയിൽ OBC റിസർവേഷൻ എടുത്തിട്ട് മുസ്ലിംസിന് കൊടുത്തത്, ആന്ധ്രയിലൊരു പൈലറ്റ് പ്രൊജക്റ്റ് നടപ്പാക്കിയത് വെറുതെ അല്ലല്ലോ മോദി പറഞ്ഞത്. എല്ലാം കൃത്യമായി ഡാറ്റ വെച്ച് തെളിവുകൾ സഹിതമാണ് പറഞ്ഞത്. പിന്നെ അദ്ദേഹം പ്രത്യേകിച്ച് പിൻ പോയിൻ്റ് ചെയ്ത് അഖിലേഷ് യാദവിനെ പറഞ്ഞു. അഖിലേഷ് യാദവിൻ്റെ അച്ഛൻ തൊട്ട് മുലായം സിംഗ് യാദവ് തൊട്ട് പറയണതാണ് അവിടെ UP മുസ്ലിംസിന് പോലീസിലും PSCയിലും 15% റിസർവേഷൻ കൊടുക്കണമെന്ന്. PSC പ്രൊവിൻഷ്യൽ ആംഡ് കോൺസ്റ്റബിളറി, PSC അങ്ങനെ ഒരു സാധനമുണ്ട്, PSC. അപ്പോൾ ഈ PSCയിലും പോലീസിലും 15% കൊടുക്കണം എന്നും പറഞ്ഞുകൊണ്ട് അഖിലേഷ് യാദവ് പറയുന്നുണ്ട്. അതെന്തിനാണ് അങ്ങനെ പറയുന്നത് എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ മോഡിയുടെ വേറൊരു പ്രശ്നം. പിന്നെ പറയുന്നത്
ഈ ഒപ്പോസിഷൻ പാർട്ടീസ് ദേ ആർ ഗോയിങ് ടു ചേഞ്ച് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഓപ്പോസിഷൻ പാർട്ടീസ് പറയുന്നത് മോഡി ചേഞ്ച് ചെയ്യാൻ പോകണമെന്നാണ്. ഈ പ്രാവശ്യം കൂടി ജയിച്ചു കഴിഞ്ഞാൽ ഇനി ഭരണഘടന ഉണ്ടാവില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ മോഡി പറയണത് അങ്ങനെയല്ല, ഭരണഘടന ചേഞ്ച് ചെയ്യാൻ പോകുന്നത് ഈ കോൺഗ്രസും ഈ യാദവ് പാർട്ടീസ് ഉണ്ടല്ലോ, SP, മറ്റേ അവിടുത്തെ ബീഹാറിലെ RJD ഒക്കെ ഉണ്ടല്ലോ, അവർ ഭരണഘടന മാറ്റിയിട്ട് കൂടുതൽ സൗകര്യങ്ങൾ മുസ്ലിംസിന് കൊടുത്ത് അവരുടെ വോട്ട് ബാങ്ക് നേടാനായിട്ടാണ് ഇവർ ശ്രമിക്കുന്നത്. അല്ല, അത് നമ്മുടെ മുന്നിൽ തെളിവുണ്ട് സാർ. അതായത് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥയിൽ ഏകാധിപതിയായി വാഴുന്ന കാലത്താണ് ആർട്ടിക്കിൾ 42 42ാം ഭരണഘടനാ ഭേദഗതി ഇന്ത്യയിൽ നമുക്കറിയാം 33% സംവരണം കൊടുക്കാൻ പാർലമെൻറ്റ് 2 സഭകളും പാസ്സാക്കി നിയമസഭകൾ അംഗീകരിച്ചിട്ടാണ് നമ്മുടെ ഭരണഘടനയിൽ കാതലായ ഒരു മാറ്റം വന്നത്. ഇപ്പം 33% സംവരണം കൊടുക്കാനുള്ള നിയമം കൊണ്ടുവന്നത്. പക്ഷേ ഭരണഘടനയുടെ പ്രിയാമ്പിൾ ഒരിക്കൽ മാത്രമേ അമെൻഡ് ചെയ്തിട്ടുള്ളൂ. അത് ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ കാലത്താണ് 42ാം ഭരണഘടനാ ഭേദഗതി വഴി പ്രിയാമ്പിളിൽ ഇല്ലാതിരുന്ന അംബേദ്കർ ഉണ്ടാക്കിയിരുന്ന കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ചെയർമാനായ അംബേദ്കറുടെ നേതൃത്വത്തിൽ ഡ്രാഫ്റ്റ് ചെയ്ത ഭരണഘടന ഇല്ലാതിരുന്ന സെക്കുലറിസം എന്നുള്ള വാക്ക് നിയമവിരുദ്ധമായി കുത്തിക്കയറ്റി. അത് പാർലമെൻറ്റ് അംഗീകരിച്ചിട്ടില്ല, ഇന്ത്യയിലെ ഭൂരിപക്ഷം നിയമസഭകളും അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ ഭരണഘടനയുടെ പ്രിയാമ്പിൾ വരെ മാറ്റാൻ തയ്യാറായ ആളുകളാണ് കോൺഗ്രസ്. അതെ അതെ, നിയമവിരുദ്ധമായി ചെയ്തതാണ്. എമർജൻസി കാലത്ത് ഈ അമെൻമെൻറ്റ് വലിയൊരു ചർച്ചാ വിഷയമായിരുന്നു. അത് ഇപ്പോഴും അത് നിയമവിരുദ്ധമല്ല. കാരണം ബേസിക് സ്ട്രക്ചർ തിയറിക്കെതിരാണ് എന്ന് പറയുന്ന കേസുകൾ സുപ്രീം കോടതിയിൽ പെൻഡിംഗ് ആണ്. അതെ. പിന്നെ മോഡിക്ക് ദേഷ്യം വരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാം മന്ദിർ അതിൻ്റെ കോൺസെക്രേഷൻ ആ ചടങ്ങ് നടന്നപ്പോൾ ഇവരെയൊക്കെ ക്ഷണിച്ചതാണ്. കോൺഗ്രസിനെയും അതേപോലെ SP-നെയും അതേപോലെ RJD-നെയൊക്കെ ക്ഷണിച്ചു. എല്ലാവരെയും ക്ഷണിച്ചു, പ്രധാനപ്പെട്ട ആൾക്കാർ. ഇവരാരും അവിടെ വന്നില്ല എന്ന് മാത്രമല്ല, അവരത് കുറ്റം പറയാനുള്ള ഒരു അവസരമാക്കി മാറ്റുകയും ചെയ്തു. അതിൻ്റെ കൺസ്ട്രക്ഷനെ പറ്റിയൊക്കെ ശരിയല്ല, പ്രസിഡന്റിനെ വിളിച്ചില്ല, അതെ, അങ്ങനെ മോദി ആയിരുന്നില്ല ചെയ്യേണ്ടിയിരുന്നത്, അങ്ങനെ ഒരുപാട് ക്രിറ്റിസിസം അവർ റേസ് ചെയ്യാൻ തുടങ്ങി. മാത്രമല്ല, ഈ കോടതി വിധി വന്നപ്പോൾ രാം മന്ദിർ ഉണ്ടാക്കാനായിട്ടുള്ള അല്ലെങ്കിൽ അവിടെ സ്ഥലം ഒക്കെ അലോട്ട് ചെയ്യുന്ന കാര്യമൊക്കെ പറ്റി പറഞ്ഞ വിധി വന്നു കഴിഞ്ഞപ്പോൾ അതിനെയും പറ്റുന്ന രീതിയിൽ എതിർക്കാനാണ് കോൺഗ്രസും RJD-യും SP-യൊക്കെ ശ്രമിച്ചത്. അപ്പോൾ അങ്ങനെ മോഡി എന്ത് ചെയ്യുന്നു, മോഡി ചെയ്യുന്നതിനൊക്കെ എതിരായിട്ട് നിൽക്കുന്ന ഒരു പദ്ധതിയാണ് ഇവർ ആവിഷ്കരിച്ചിരുന്നത്. അത് രാജ്യഹിതത്തിന് അനുകൂലമാണോ അല്ലേ എന്നുള്ളതൊന്നും ചിന്തിക്കാറില്ല. എന്ത് മോദി പറഞ്ഞാലും അതിനെ എതിർക്കുക, മോഡിയുടെ എതിരാളികളെ എങ്ങനെ പറ്റുകയാണെങ്കിലും സഹായിക്കുക. ഇതാണ് കോൺഗ്രസും RJD-യും അതേപോലെ ഈ പറഞ്ഞ SP-യും ചെയ്യും. ഇപ്പോൾ പകലാണെന്ന് മോദി പറഞ്ഞാൽ പകലാണെന്നൊക്കെ തോന്നും, പക്ഷേ യഥാർത്ഥത്തിൽ ഇത് രാത്രിയാണ് എന്തുവരും പറയും. അതറിയാം, എന്ത് പറഞ്ഞാലും എതിർക്കുക, എന്ത് പറഞ്ഞാലും വിമർശിക്കുക. പക്ഷെ ഒരു പ്രതിപക്ഷത്തിൻ്റെ റോൾ അങ്ങനെയല്ലല്ലോ. ഈ ഒരു പ്രോഗ്രസീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ സപ്പോർട്ട് ചെയ്യുക, അല്ലാതെ നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലും ഭരണപക്ഷം എന്ത് പറഞ്ഞാലും അതിനെ എതിർക്കുകയാണ് പ്രതിപക്ഷം. കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്ന് പറയുന്ന ഒരു ഏർപ്പാടില്ല, വെറുതെ അന്ധമായിട്ട് എതിർക്കുക. പിന്നെ കേരളത്തിലിപ്പോൾ LDF ആയതുകൊണ്ട് അധികം എതിർപ്പ് കാണാനില്ല. അവർ പ്രതിപക്ഷത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ എതിർപ്പും സമരവും, എതിർപ്പിനെ അടിച്ചമർത്താനുള്ള കപ്പാസിറ്റി അവർക്കുണ്ട്, എതിർക്കാനുള്ള ശേഷി ഇവിടെ സതീശൻ്റെ പാർട്ടിക്കൊട്ടും ഇല്ലതാണ്. ഇല്ല, അവരെ കൊണ്ട് പറ്റില്ല. അപ്പോൾ കമ്മ്യൂണിസം മൂലം ഇംഗ്ലീഷ് ഭാഷയ്ക്ക് ഒരു വാക്ക് കിട്ടിയിട്ടുണ്ട്, അജിറ്റ് പ്രോപ്പ്. ഇംഗ്ലീഷ് ഡിക്ഷണറിയിലൊക്കെ ഈ വേർഡ് അജിറ്റ് പ്രോപ്പ് എന്ന് പറയും. അതായത് അജിറ്റേഷൻ ആൻഡ് പ്രൊപ്പഗൻഡ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് അത് തന്നെ. അപ്പോൾ അതിന് അജിറ്റ് പ്രോപ്പ് എന്ന് പോർട്ട്മാൻ്റെ വേർഡ്സ് എന്ന് പറയും. ഇങ്ങനെ രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് അങ്ങനെയുള്ള അജിറ്റേഷൻ ആൻഡ് പ്രൊപ്പഗൻഡ. അതായത് അവർ ഭരണത്തിലില്ലാത്ത അവസ്ഥയാണെങ്കിൽ ആരെന്ത് ചെയ്ത് കഴിഞ്ഞാൽ അജിറ്റേഷൻ, അതിന് സമരവും ബഹളവും ഒച്ചപ്പാടും അതിനെ അന്ധമായിട്ട് എതിർക്കുക. പിന്നെ പ്രൊപ്പഗൻഡ, ഈ എതിർ പാർട്ടിയിൽപ്പെട്ട ആള് പുണ്യവാളനായാലും കൊള്ള ചെറുത്തനായാലും കൊള്ള എന്തായാലും എതിർക്കുക. EMSൻ്റെ കാലത്ത് പറയുമായിരുന്നല്ലോ, ഏത് ചെകുത്താനെ കൂട്ടുപിടിച്ചിട്ടായാലും ഞങ്ങൾ കോൺഗ്രസിനെ എതിർക്കുന്നു EMS പറഞ്ഞു. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു കണ്ടിന്യൂഷനാണ് ഇപ്പോൾ കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല, അതിപ്പോൾ കേരളം പലതിൻ്റെയും പരീക്ഷണശാലയാണ്. ഇവിടുന്ന് തുടങ്ങി വെക്കും, പിന്നെ രാജ്യം മുഴുവൻ ഏറ്റെടുക്കും. കുറച്ചുകൂടെ വൃത്തിയായിട്ട് അവർ ചെയ്യും. അപ്പോൾ കേരളത്തിൽ തുടങ്ങിയ ഈ പരിപാടി കോൺഗ്രസ് അങ്ങ് ഏറ്റെടുത്തു. രാഹുൽ ഗാന്ധി ഇപ്പോൾ കേരളത്തിലെ MP കൂടിയാണല്ലോ. അതെ. ഇനിയിപ്പോൾ നമ്മുടെ MP ആയിരിക്കും എന്നുള്ളത് UP-ലെ റിസൾട്ടിനെ ആശ്രയിച്ചിരിക്കും. അവർ തീരുമാനിക്കണം അവർക്ക് വേണോ വേണ്ടേ എന്നുള്ളത്. ഏതായാലും സാറിൻ്റെ ഈ നിരീക്ഷണങ്ങൾ നന്നായി. ഇപ്പം മോദി വല്ലാതെ ചൂടാവുന്നു, ചൂടൻ പ്രധാനമന്ത്രിയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു അദ്ദേഹം 850 റാലികളിൽ പ്രസംഗിച്ചു. 72 വയസ്സുള്ള മനുഷ്യൻ. അല്ല, BJP-യുടെ ശക്തി എന്ന് പറഞ്ഞാൽ അദ്ദേഹം നയിക്കുന്ന ഈ റാലിയാണല്ലോ. 850 റാലികൾ, 71 75
അഭിമുഖങ്ങൾ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ കൊടുത്തു, വിശ്രമമില്ലാതെ ഓടുകയായിരുന്നു. എന്തൊരു ഓട്ടമായിരുന്നു അല്ലേ, ഇന്ത്യ മുഴുവൻ ചുറ്റിക്കറങ്ങി. അതിനുശേഷം അദ്ദേഹം വന്നിട്ട് ഈ 2 ദിവസം ഒരക്ഷരം മിണ്ടാതെ മൗനത്തിലിരുന്ന് ധ്യാനിക്കാൻ പോവുക. അദ്ദേഹത്തിൻ്റെ എനർജി തിരിച്ചു പിടിക്കാൻ പോവുകയാണ്. അദ്ദേഹം ഇതുവരെ ഇനി വരുന്നത് ഈ ഇത്ര അഗ്രസീവായിട്ടുള്ളൊരു മോദി ആയിരിക്കത്തില്ല. ഇലക്ഷൻ കഴിഞ്ഞു. ഇലക്ഷൻ്റെ കാലത്ത് ഈ പ്രണയത്തിലും രാഷ്ട്രീയത്തിലും അസാധ്യമായ ഒന്നുമില്ല എന്ന് പറയുന്ന പോലെ രാഷ്ട്രീയത്തിൽ എല്ലാവരും പരമാവധി ആയുധങ്ങൾ ഉപയോഗിച്ചു. ഇനി അദ്ദേഹത്തിൻ്റെ സൗമ്യ ശാന്തഭാവത്തിലേക്ക് തിരിച്ചു വരാൻ പോവുകയാണ്. ഏതായാലും മോദിയുടെ ധ്യാനം രാജ്യത്തിന് വേണ്ടിയുള്ള ധ്യാനമായി മാറട്ടെ, രാജ്യത്തിന് മംഗളം ഭവിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.